Morning. Morning. ഹായ്. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ മുരളി മോഹൻ സാറാണ്. സാറ് എം എസ് സി സൈക്കോളജിയാണ്, സൈക്കോതെറാപ്പി, MBA PhD ആണ്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് കൗൺസിലർ ആണ്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സർ മ്യൂട്ടാണ് സർ. മ്യൂട്ടാണ് സർ. ആ ആ ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം. ആ സ്റ്റാർട്ട് ചെയ്തോളൂ സർ. ആ ഗുഡ് മോർണിംഗ് ടു ആൾ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ അവസരം തന്ന വിംബിൾ അക്കാഡമി, സജിന, എല്ലാവർക്കും നന്ദി. ഞാൻ നേരത്തെ 2 തവണ ക്ലാസ് എടുത്തിരുന്നു. ഇടയ്ക്ക് വിംബിളിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു നല്ലൊരു കാര്യമാണ്. ഒരുപാട് പുതിയ ട്രെയിനേഴ്സിന് കടന്നു വരാനും ഒരുപാട് പേർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വിംബിൾ ഒരുക്കുന്നത്. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന്. വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ് അത്, പക്ഷെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ററാക്റ്റീവ് ആണ്, കഴിയുന്നതും അതിനെക്കുറിച്ച് അറിയാവുന്നവര് ചോദിക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ഈ ഇന്റലിജൻസ് എന്താണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഇന്റലിജൻസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ് നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Hello, sir. Good morning. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്റലിജൻസ് എന്നാൽ എന്താണെന്നൊന്ന് ജസ്റ്റ് Actually, ഒരു ഐഡിയ. intelligence is the ability to learn, think, understand, and make uh, problem solvings and good decisions. In my point of view. വെരി ഗുഡ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ എബിലിറ്റി ടു Learning. അക്വയർ നോളജ് ആൻഡ് ടു അപ്ലൈ ഇറ്റ്. ഈ 2 ആസ്പെക്റ്റ് ആണ്. മാഡം പറഞ്ഞത് ഈ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ പല പല ജീവിതത്തിൽ, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഗുണമില്ല. അപ്പൊ ഒരാൾ ബുദ്ധിമാനാണ്, ഒരാൾ ഇന്റലിജന്റ് ആണെന്ന് പറയണമെങ്കിൽ അയാൾക്ക് നോളജ് അക്വയർ ചെയ്യാൻ കഴിയണം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം, അത് കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യാൻ, കറക്റ്റ് ആവശ്യമായിട്ട് ജീവിതത്തിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലെവൽ പല ആൾക്കാർക്കും അതില്ല. അവര് ഒരുപാട് നോളജ് ഇങ്ങനെ എവിടെ നിന്നൊക്കെ കിട്ടിയാലും അവര് അക്വയർ ചെയ്യും, പക്ഷേ അത് പ്രോപ്പറായിട്ട് വേണ്ട സ്ഥലത്ത് അപ്ലൈ ചെയ്യത്തില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതം പരാജയമായിരിക്കും. പലപ്പോഴും അവർക്ക് സക്സസ് നേടാൻ കഴിയുകയില്ല. നോളജ്, ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾ എങ്ങനെയായാലും സക്സസ് നേടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അയാൾക്ക് കറക്റ്റ് നോളജ് അക്വയർ ചെയ്യുകയും ചെയ്യും, കറക്റ്റ് നോളജ് വേണ്ട സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പം ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ ലോകത്ത് പുറത്തു വരുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹൊവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റും അദ്ദേഹം യൂണിവേഴ്സിറ്റി പ്രൊഫസറുമാണ്. അദ്ദേഹം ഒരു ഐഡിയ മുമ്പോട്ട് വെച്ചു. അപ്പൊ അതുവരെ ഈ IQ ടെസ്റ്റ്, ബിനെറ്റ്, അങ്ങനെ പല ശാസ്ത്രജ്ഞന്മാരും ഈ IQ ടെസ്റ്റ് ഒക്കെ നടത്തുന്നു, അത് കണ്ടുപിടിച്ചു, അതിനുള്ള ഒരു ടെസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അത് വെച്ച് ആളുകളുടെ ബുദ്ധിയൊക്കെ അളക്കുന്നു. ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഇന്റലിജൻസ് അളക്കുക, IQ-നെ കുറിച്ച് പറഞ്ഞു. മെന്റൽ ഏജ് ബൈ ഫിസിക്കൽ ഏജ് ഇൻറ്റു 100 വെച്ച് നമുക്ക് ബുദ്ധി അളക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 1983 ഈ ഒരു ഐഡിയ മുമ്പോട്ട് വയ്ക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി അളക്കേണ്ടത് ബുദ്ധി എന്ന് പറയുന്ന ഒരൊറ്റ എൻറ്റിറ്റി അല്ല.
ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നതാണ് മനുഷ്യന്റെ ബുദ്ധി. അപ്പോൾ ഒരാൾക്ക് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് വ്യത്യസ്ത തലങ്ങളിൽ അളക്കേണ്ടതായിട്ടുണ്ട്, വ്യത്യസ്ത തലങ്ങളുണ്ട് അതിന് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന്, അങ്ങനെയാണ് ലോകം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് 8 ഇന്റലിജൻസ് ആണ് ആദ്യം മുന്നോട്ട് വെച്ചത്. അതിൽ ഒന്നാമത്തേത് അരിത്മെറ്റിക്കൽ ലോജിക്കൽ ഇന്റലിജൻസ്. ഈ അരിത്മെറ്റിക്കൽ ലോജിക്കൽ ഇന്റലിജൻസ് ഒരാൾക്ക് വിശകലനം ചെയ്യാനുള്ള കഴിവ്, ലോജിക്കലായിട്ട് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനും കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യാനും അനാലിസിസിന്റെ ഏത് കാര്യത്തിനെയും യുക്തിപരമായിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവിനെയാണ് അരിത്മെറ്റിക്കൽ ലോജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുള്ള ആൾക്കാര് ദേ വിൽ തിങ്ക് ലോജിക്കലി, അതായത് അവരെല്ലാ കാര്യവും ദേ വിൽ ക്വസ്റ്റ്യൻ വൈ, ഹൗ, എങ്ങനെ വന്നു. ഒരു കാര്യം പറഞ്ഞാല് ഇപ്പൊ ഇന്നടത്ത് പോയി ഒരു തേങ്ങ അടിച്ചാൽ നമുക്ക് റാങ്ക് കിട്ടും എന്നൊരാൾ പറഞ്ഞാല്, അല്ല ഇന്നതുപോലൊരു കാര്യം ചെയ്താൽ നമുക്ക് ഇന്ന നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞാല് അവരത് ഉടനെ ക്വസ്റ്റ്യൻ ചെയ്യും. അതെങ്ങനെ പറ്റും, എനിക്കത് വിശ്വാസമില്ല. അവരെ വിശ്വസിപ്പിക്കാൻ വലിയ പാടാണ്. ദേ വിൽ അനലൈസ് എവരിത്തിങ് ലോജിക്കലി. വെറുതെ ഒരു കാര്യം വിശ്വസിക്കാൻ അവർ തയ്യാറാകത്തില്ല. അവർ ആർഗ്യൂ ചെയ്യും, അവർ ക്വസ്റ്റ്യൻ ചെയ്യും, അവർ അനലൈസ് ചെയ്യും. ഈ 3 വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദേ വിൽ ആർഗ്യൂ എവരിത്തിങ്. നോ, അതിനിങ്ങനെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരുടനെ അതിനെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ആർഗ്യൂ ചെയ്യും. അവരവരുടെ അരിത്മെറ്റിക്കൽ ലോജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ അവരുടെ ബ്രെയിനിനകത്തുണ്ട്. അവരത് അനലൈസ് ചെയ്തിട്ട് അവർക്ക് അതിന് ആൻസർ കിട്ടണം. ഇല്ലാത്ത ഒരു കാര്യം അവർ വിശ്വസിക്കത്തില്ല. അവരൊരു കാര്യം മനസ്സിലാക്കിയാൽ അവര് എത്ര കാലം വേണമെങ്കിലും അവർക്ക് ഓർമ്മ നിൽക്കും. കാരണം അവർ വെറുതെ അത് പഠിക്കുകയല്ല ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്താണ് പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മിക്കവാറും എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും ഈ ഒരു ഇന്റലിജൻസ് ഉള്ളവരായിരിക്കും. ഈ 8 8 ഉള്ളൊരു കുറവായിരിക്കും. 8 കാണും, പക്ഷെ അതിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചിലത് സ്ട്രോങ് ആയിരിക്കും, ചിലത് വീക്ക് ആയിരിക്കും. അപ്പൊ ഞാൻ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അരിത്മെറ്റിക്കൽ ലോജിക്കൽ. അപ്പൊ ഇത് നല്ലോണം ഉള്ളൊരു മാത്തമെറ്റീഷ്യൻസ്, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, ദേ ആർ തിങ്കിങ് ലോജിക്കലി. അവർ നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ആകാനായിട്ട് പറ്റും. അവർ പൊതുവെ ജീവിതത്തിൽ നല്ല സക്സസ് ആയിരിക്കും. പരാജയം വരാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമതായിട്ട് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഭാഷാപരമായ നല്ല വൊക്കാബുലറി, നല്ലോണം വായിക്കുകയും എഴുതുകയും ചെയ്യും, നല്ലതുപോലെ സംസാരിക്കും, ഭാഷ നല്ലതുപോലെ ഇണങ്ങും, വാക്കുകളൊക്കെ ഇങ്ങനെ നല്ല ഫ്ലോ ആയിട്ട് വരും. കവികളും കഥാകാരന്മാരും ഒക്കെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. അവർക്ക് വളരെ എളുപ്പമാണ് അനായാസം ഭാഷ കൈകാര്യം ചെയ്യാൻ. ഏത് ഭാഷയും പഠിക്കാനും പറ്റും. അതിന്റെ ഭാഷയിലെ വാക്കുകളൊക്കെ അവർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ ഓർമ്മ നിൽക്കും. അവരത് കറക്റ്റ് സ്ഥലത്ത് എടുത്ത് ഉപയോഗിക്കും. നമ്മുടെ വയലാറിന്റെയും മധുസൂദനൻ നായരുടെയും ഒക്കെ കവിതകൾ കേട്ടാൽ അറിയാനത് വാക്കുകളുടെ ഇങ്ങനെ വൊക്കാബുലറി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല പല വാക്കുകൾ എടുത്തിട്ട് അമ്മാനമാടുന്നത് കാണാം. മനോഹരമായ വാക്കുകൾ ഇങ്ങനെ ഫ്ലോ. സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുമ്പോഴേ വാക്കുകളുടെ ഒരു ധോരണി ഉണ്ടാവും. അപ്പൊ അവര് നല്ല പ്രാസംഗികരാവും, നല്ല അഡ്വക്കേറ്റ്സിന് പറ്റും. അതുപോലെ സാഹിത്യകാരന്മാരെ, എഴുത്തുകാര് എല്ലാവരും ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. ഭാഷ കൈകാര്യം, റീഡിങ്, റൈറ്റിംഗിൽ ഒരു കഥ ഒക്കെ വായിക്കാൻ താല്പര്യമുള്ളവര്, കഥ പറയാൻ താല്പര്യമുള്ളവര്, സ്റ്റോറി റൈറ്റേഴ്സ് ഒക്കെ സാഹിത്യ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ്. അവർക്ക് ഭാഷ ഉപയോഗിക്കാനും അത് വാക്കുകളെ യഥാസ്ഥാനത്ത് ഉപയോഗിക്കാനും ഒക്കെ നല്ല ഒരു കഴിവുണ്ടായിരിക്കും. ഇത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ബ്രെയിനകത്തുള്ള ആൾക്കാർ. അടുത്തത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. ഇത് ദൃശ്യങ്ങൾ മനസ്സിൽ പകർത്താനും, ചിത്രകാരന്മാര്, ആർക്കിടെക്ട്സ്, അവർ നല്ല ഇമാജിനേഷൻ ഉള്ളവരാണ്. അവർക്ക് മനസ്സിൽ നിന്നും വരയ്ക്കാൻ പറ്റും. അത് ഇമാജിനേഷൻ വളരെ കൂടുതലായിരിക്കും. ദൃശ്യങ്ങളായിട്ടാണ് അവരെല്ലാം മനസ്സിലാക്കുന്നത്, കാഴ്ചകൾ. ഭാരതനൊക്കെ സിനിമ തിരക്കഥാകൃത്തുകളൊക്കെ വിഷ്വൽ സ്പേഷ്യൽ ഉള്ളവർ. അവരത് മൊത്തം സിനിമ മനസ്സിൽ കാണും. അതിങ്ങനെ പടങ്ങൾ വരച്ചു വയ്ക്കും, ഓരോ സീനിന്റെയും ചിത്രങ്ങൾ വരച്ചു വയ്ക്കും. ചിത്രകാരന്മാരും ശില്പികളും ഒക്കെ ഈ വിഷ്വൽ സ്പേഷ്യൽ നല്ലോണം ഉള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക്കൽ ഇന്റലിജൻസ്. അപ്പൊ ഈ മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു താളബോധം. നമുക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക് കേട്ടാൽ ഉടനെ അത് എൻജോയ് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ
പാട്ട് കമ്പോസ് ചെയ്യുക. ഒരു പാട്ട് ഒരാൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ന താളം ഇട്ട് കഴിഞ്ഞാൽ ഇന്ന ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ദേവരാജ മാസ്റ്ററും പിന്നെ ഇവരൊക്കെ ദേവരാജ മാസ്റ്റർ, പി ഭാസ്കരനൊക്കെ ഇത് എഴുതുന്നവർ തന്നെ കുറച്ച് സംഗീതം അറിയാവുന്നവരാ. പാട്ട് എഴുതാനും പറ്റും, പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റും, പാട്ട് പാടാൻ പറ്റും. അവർക്ക് ആ ഒരു താളവും ഈണവും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും കാണുമ്പോഴേ. അത് നല്ല സംഗീത സംവിധായകരാകും. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സംഗീതത്തിനോട് അമിതമായ ഒരു താല്പര്യം, ഏതിനും ഒരു താളബോധം, സംഗീതം എവിടെ കേട്ടാലും ഉടനെ അത് ശ്രദ്ധിക്കുന്നു. വെറുതെ ഇരിക്കുമ്പോൾ പോലും ഒരു പാട്ട് മൂളുന്നു, രാത്രി പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങുന്നു, പാട്ട് കേൾക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കുന്നു, സംഗീതം മനസ്സിനകത്ത് അങ്ങനെ നിൽക്കുന്നു. പാട്ട് വലിയ പാട്ടുകാരനായില്ലെങ്കിൽ പോലും പാട്ട് ആര് പാടിയാലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും കഴിയും. അപ്പൊ ഈ 4 പറഞ്ഞതില് നിങ്ങളുടെ ഈ 4 ഈ 4 ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഈ 4 ഇന്റലിജൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആരുടെയും മറുപടി ഇല്ല, ആരും കേൾക്കുന്നില്ലയോ? ഹലോ സാർ, അതില് കുറച്ചൊക്കെ നമുക്കുണ്ട്. റീന, മ്യൂസിക്കൽ ഇന്റലിജൻസ് അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് കേട്ട് അത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പാട്ട് പാടാൻ അത്രയും പാട്ട് പാടാൻ അത്രയും ധൈര്യമില്ല. അപ്പൊ മ്യൂസിക് പിന്നെ ആസ്വദിക്കാറുണ്ട്, നല്ല പാട്ട് കേട്ട് ആസ്വദിക്കും. പിന്നെ മറ്റേത് അരിത്തമെറ്റിക്കൽ ലോജിക്കലോ, ഏത് കാര്യം യുക്തിപരമായിട്ടാണോ അതോ ഒരാൾ കാര്യം കേട്ടാ അങ്ങ് വിശ്വസിക്കുവോ, അതോ അതിനെ ലോജിക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെ വിശ്വസിക്കത്തില്ല, പെട്ടെന്ന് വിശ്വസിക്കൂല. ഇപ്പൊ ഒന്ന് ചിന്തിക്കും മൈൻഡില്, അതിന് ശേഷം റിപ്ലൈ ഉള്ളു. ഓക്കെ. അപ്പോ എല്ലാം കുറേശ്ശെ ഉണ്ട് റീനയ്ക്ക്. ഉണ്ട്. ഓക്കെ സാർ, ഉണ്ട്. ലിംഗ്വിസ്റ്റിക്കും കുറച്ചുണ്ട്, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. പിന്നെ ചിത്രം വരെ ഉണ്ടായിരുന്നു, കുട്ടിക്കാലത്ത് ചിത്രം വരെയൊക്കെ ഉണ്ടായിരുന്നോ? ചെറുതിലെ വരയ്ക്കുമായിരുന്നു, ഇപ്പഴില്ല. ഓക്കെ. വേറെ ആരാ, ഒരു 2-3 എണ്ണം ഉള്ളവരാരുണ്ട് ഈ 4 സ്ട്രോങ് ആയിട്ടുള്ളവര്? അവര് മൂന്നിന്റെ ഇന്റലിജൻസ് കേട്ടു. ഏതൊക്കെയാ സാറിന്? ചിത്രം വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല. സാറ് പാട്ട് എപ്പോഴും നമ്മള് കേൾക്കുന്നയാ. അരിത്തമാറ്റിക്കൽ, ലോജിക്കല്, അതുണ്ടാവും. മ്യൂസിക്കല് ഉണ്ട്. ലിംഗ്വിസ്റ്റിക് സാഹിത്യ ഭാഷ അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. ലിംഗ്വിസ്റ്റിക് വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതില്ല, ഈ ചിത്രം വരെയുള്ള വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ ചിത്രം ആസ്വദിക്കും. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ചിത്രം വരയുടെ ആ സ്പേഷ്യലും വിഷ്വൽ സ്പേഷ്യലൊക്കെ കൂടിയാലേ ഇത്തിരി വികാര ജീവിയായി പോകും. പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഒരു സോഫ്റ്റ് മൈൻഡുകാരനായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതിന്, അങ്ങനെയുള്ള ആൾക്കാർക്ക്. വേറെ ആരും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല? കുഴപ്പമില്ല, ഒരു 3 ഇന്റലിജൻസ് ഒക്കെ ഉണ്ട്. അല്ല, ബാക്കിയുള്ളത് കാണും, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളത് നമുക്ക് തന്നെ അറിയാം. ഓക്കെ. വേറെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ? നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കണം, ഇതിൽ ഏതാണ് എനിക്ക് ദൈവം സ്ട്രോങ് ആയിട്ട് തന്നിരിക്കുന്നതെന്ന്. ജയശ്രീ മാം മ്യൂട്ടാണ്. ജയശ്രീ മാം ലിംഗ്വിസ്റ്റിക്സ് ഒഴിച്ച് ബാക്കി 3 വലിയ കുഴപ്പമില്ല. പാട്ടൊക്കെ പാടും, പാട്ടൊക്കെ കേൾക്കും. പാട്ട് പബ്ലിക്കായിട്ട് അങ്ങനെ പാടലില്ല, പക്ഷെ പാട്ട് വളരെ ഇഷ്ടമാണ്, ആസ്വദിക്കും. അത് മതി. പാട്ട് ആസ്വദിക്കുന്നത് ലിംഗ്വിസ്റ്റിക് ഈ മ്യൂസിക്കിലുള്ളതിന്റെ ലക്ഷണമാണ്. നമുക്ക് ആ പഠിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ്. പാട്ട് പഠിച്ചിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. കവിതകൾ ചൊല്ലും, കവിത ചൊല്ലുന്നത് ലിംഗ്വിസ്റ്റിക്കും വരും, മ്യൂസിക്കിലും വരും, രണ്ടുപേരും. ഇപ്പൊ മധുസൂദനൻ നായരുടെ കവിത നമ്മൾ കേൾക്കുമ്പോഴേ, അല്ലെ വയലാറിന്റെ കവിത പാടി കേൾക്കുമ്പോഴേ, നമുക്ക് പാടുമ്പോഴേ രണ്ടും വരുന്നുണ്ട്. അവിടെ വാക്കുകൾ ഒരു വാഗ്ധോരണിയാണ്, ഭയങ്കരമായ ഒരു ഒഴുക്കാണ് വരുന്നത്. സ്വന്തമായിട്ടുള്ളത് കുറവാ ലിംഗ്വിസ്റ്റിക്സ്. സ്വന്തമായിട്ട്
പക്ഷേ കുറവാണ് വായനാശീലമുള്ളവർക്ക് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, പുസ്തക വായന. അവർ കഥാപുസ്തകങ്ങളൊക്കെ നോവലുകളൊക്കെ വായിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് ലിംഗ്വിസ്റ്റിക് ഉള്ള ആൾക്കാർ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇന്റലിജൻസും കൂടെ നോക്കാം. അടുത്ത നാച്ചുറലിസ്റ്റിക് ആണ്, പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കഴിവ്. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ്, ഗാർഡനിങ്, നമ്മുടെ വീട്ടിലെ ആയാലും മതി. ഇപ്പൊ നമ്മൾ ഫോറസ്റ്റിലെങ്കിലും അത് പോകുന്നത് വളരെ ഇഷ്ടമാണ്. അത് വളരെ ഇഷ്ടം, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പൊ അതാണ് സ്ട്രോങ് ആയിട്ടുള്ളത് നാച്ചുറലിസ്റ്റിക്. പ്രകൃതിയോട് എത്ര അടുത്ത് നിൽക്കുക, മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുക, വന്യജീവികളെ, വനപ്രദേശങ്ങളൊക്കെ കാണുക, വീട്ടിൽ തന്നെ ഗാർഡൻ ഒരുക്കുക. അപ്പൊ അവര് ഇങ്ങനെയുള്ള ചെടികളും പൂക്കളും മനോഹരമായ ദൃശ്യങ്ങളും അസ്തമയവും ഉദയവും ബീച്ചും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അവരവിടെ ചെല്ലുമ്പോൾ ബാക്കിയെല്ലാം മറക്കും. ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ബീച്ചിൽ പോകുമ്പോഴേ ഭാര്യ അങ്ങനെ അസ്തമയം സൂര്യൻ ഇങ്ങനെ ചുവന്ന് നിർത്തി താഴോട്ട് പോകുന്നത് കണ്ട് അങ്ങനെ മതി മറന്നിരിക്കുമ്പോൾ ഭർത്താവ് അവിടെ കപ്പലിൽ ഉറക്കുന്നിടത്ത് അവിടെയൊക്കെ നിന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫോണിനകത്ത് ബിസിനസിന്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുക. വരുന്നേ നമുക്ക് പോകാൻ സമയമായി, കുറെ നേരം ആയല്ലോ, വന്നിട്ട് എന്തോ നോക്കി നിൽക്കുന്നത്. അപ്പൊ അവര് ജസ്റ്റ് ഭാര്യ ആലോചിക്കുക, ഇങ്ങനെ എന്താണ് സൂര്യൻ താഴാൻ പോകുന്നു കടലിലോട്ട്, അത് നോക്കുന്നില്ല. എത്ര മനോഹരമായ ദൃശ്യമാണത്. അപ്പൊ ഇതാണ് ഈ ഇന്റലിജൻസിന്റെ ഡിഫറൻസിലാണ് ഈ വീടുകളിലെല്ലാം വഴക്കുണ്ടാകുന്നത്. ഒരു ഡൗട്ട്, ഇത് തന്നെ കാട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾക്ക് ബീച്ച് ഇഷ്ടമില്ല. അതായത് ഈ പ്രകൃതി നാച്ചുറലിസ്റ്റിക്കിനകത്ത് തന്നെ നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഹരിതാഭമായ ഇപ്പൊ നെൽപ്പാടങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമുക്ക് ഡിഫറൻസ് വരും. അപ്പോൾ അവർക്ക് ആ പ്രകൃതി ഭംഗിക്കകത്ത് തന്നെ അവർ ഇങ്ങനെയുള്ള പച്ചപ്പാണ് ഇഷ്ടപ്പെടുന്നത് നാച്ചുറലിസ്റ്റിക്. മറ്റേത് ഒരു ദൃശ്യം എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു 90% പേർക്ക് പ്രകൃതി നാച്ചുറലിസ്റ്റിക് ഉള്ളവർക്ക് ഇത് രണ്ടും ഇഷ്ടമാണ്. ഒരു 10% എനിക്ക് പേര് രണ്ടും ഇഷ്ടമാണ്, പക്ഷെ ഹസ്ബൻഡ് ബീച്ചിൽ വരൂല, ബീച്ചിലേക്ക് വരില്ല. അത് അവിടുത്തെ അത് ചില ആൾക്കാർക്ക് ഇപ്പൊ അവിടെ വളരെ നീറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇപ്പൊ ബീച്ചിലാകുമ്പോ അവിടെ ഒരുപാട് പേര് ചവിട്ടി പൊടി അഴുക്കൊക്കെ ഉണ്ടാവും. ചിലപ്പോ അവിടെ അത്ര നീറ്റുള്ള അന്തരീക്ഷമായിരിക്കില്ല. അത് അവർക്ക് മനസ്സിനെ വല്ലാതെ ആൾക്കാര് കൂടുതലുള്ളതുകൊണ്ടാവും ബീച്ചില്. അതെ, ഏകാന്തതയും കൂടി ഇഷ്ടപ്പെടും, ഇൻട്രോവേർട്ടാണ്. അപ്പൊ വേറെ ചില ഫാക്ടേഴ്സും കൂടെ അവിടെ. അദ്ദേഹം നാച്ചുറലിസ്റ്റിക് ആണ്. പ്രകൃതി ഭംഗി, വന്യപ്രദേശങ്ങളോ മനോഹരമായ ഗാർഡനോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അദ്ദേഹം നാച്ചുറലിസ്റ്റിക് ഉള്ള ആളാണ് തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തില് ഇതുപോലെ നല്ല വൃത്തിയുള്ളത്, അല്ലെ അമിതമായ ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, സോഷ്യൽ ആങ്സൈറ്റി, ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇൻട്രോവേർട്ട് നേച്ചറുകളുണ്ട്. അവര് ഒരു മനസ്സിനെ ആൽഫ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പൊ ഈ ആള് കൂടുന്നിടത്ത് വരുമ്പോൾ അവരുടെ ആ റിലാക്സേഷൻ കിട്ടത്തില്ല. ആളിനെ കണ്ടു കഴിഞ്ഞാൽ അത് മാറും, മൂഡ് മാറും. ഏകാന്തതയിലാണ് ഈ പ്രകൃതി ഭംഗി നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നാച്ചുറലിസ്റ്റിക് ഉള്ളൊരു ഇപ്പം പിന്നെ അല്ലാത്തവരുണ്ട്. ഇപ്പം പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ കാശ്മീരിൽ പോവും. അവിടെ നല്ല അരയന്നങ്ങൾ ഇങ്ങനെ തടാകത്തിൽ, മനോഹരമായ ചിൽക്ക തടാകത്തിൽ ഇങ്ങനെ വിരഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാര്യ നാച്ചുറലിസ്റ്റിക് ആണ്. അവർ ആ അരയന്നങ്ങളെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പൊ ഭർത്താവ് ഒട്ടും നാച്ചുറലിസ്റ്റിക് അല്ല, പുള്ളി അർത്ഥമെറ്റിക്കൽ ലോജിക്കുള്ള ആളാണ്. പുള്ളി ഉടനെ ആലോചിക്കുന്നു, ഇത് കൊണ്ടുപോയി നമുക്ക് അവിടെ വിൽക്കാം, ഇതിന് ഇത്ര ഇറച്ചിയുണ്ട്, ഇത് കൊണ്ടുവരുന്ന 3-4 അവിടെ വളർത്തി നമുക്ക് വിറ്റായിരുന്നു, നല്ല വില കിട്ടുമായിരുന്നു, നല്ല സൈസുള്ള താറാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ വൈഫിന് ദേഷ്യം വന്നു. പക്ഷെ നിങ്ങൾ അതിന്റെ ഭംഗി ആസ്വദിക്കുക, നിങ്ങൾ എന്തോ മനുഷ്യ ഇതിന്റെ വിലയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ബ്രെയിൻ അങ്ങനെ പോകത്തുള്ളൂ. അരിത്തമെറ്റിക്കൽ ലോജിക്കുള്ള ആൾ എല്ലാത്തിനകത്തും ഒരു ലാഭം കണ്ടുപിടിക്കും, ഒരു ബിസിനസ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എന്താണ് ഗുണം, അവരതിനകത്ത് ഗുണം ചിന്തിക്കും. മറ്റേ ആളങ്ങനെ ഭാവന ചിറകടിച്ചങ്ങ് പോകും. ഓക്കെ, അപ്പൊ ഈ മിക്ക വീട്ടിലും വഴക്കുണ്ടാവുന്നതിന്റെയൊക്കെ കാരണം ഈ 8 ഇന്റലിജൻസിന്റെ ഹോവാർഡ് ഗാർഡനർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. 8 ഇന്റലിജൻസിന്റെ പ്രശ്നങ്ങളാണ്. ചിലർക്ക് ചിലത് കൂടുതലുണ്ടാവും, ചിലത് കുറവുണ്ടാവും. അപ്പൊ അവരുടെ മൈൻഡ് പോകുന്നത് ആ രീതിയിലായിരിക്കും. അപ്പൊ മറ്റേ ആളിയായിരിക്കും ഇവളെന്താ ഇങ്ങനെ, ഇതെന്തൊക്കെ എന്തോ കാര്യമുണ്ട്. ഇപ്പം പിന്നെ പാലരുവിൽ പോയിട്ട് ഭാര്യ വരുന്നില്ല, അവിടുന്ന് കണ്ടങ്ങനെ മതി മറന്ന് നിൽക്കുകയാണ്. എത്ര മനോഹരമായ വെള്ളച്ചാട്ടം, പാല് പോലും ഒഴുകി വരുന്നുള്ളൂ. എടി ഇത് നമ്മുടെ ടാങ്ക് ഓവർഫ്ലോ ആകുമ്പോൾ വെള്ളം വീഴുന്നില്ല, അതുപോലെ ഉള്ളൂ. നമുക്ക് വീട്ടിൽ പോകാം, വീട്ടിൽ പോയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഈ രണ്ടുപേരുടെ ആ ഒരു മൈൻഡ് സെറ്റ് വ്യത്യാസമാണ്. അത് ഈ ഇന്റലിജൻസ് ആണ് ഈ മൈൻഡ് സെറ്റ് മാറുന്നത്. ചില കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല, ചില കാര്യങ്ങളെ അവരുടെ ഇൻട്രസ്റ്റ് മാറും. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഈ 8 ഇന്റലിജൻസിനെ കുറിച്ച് ഹോവാർഡ് ഗാർഡനറുടെ ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്ക ആളുകളുടെ സ്വഭാവവും ഒരുപാട് ഇമ്പാക്റ്റ് ഇതിനകത്തുണ്ട്. ഇപ്പൊ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യത്തില്, വിദ്യാർത്ഥികളെ മിടുക്കരാക്കുന്ന കാര്യത്തില് എല്ലാം മൾട്ടിപ്പിൾ ഇന്റലിജൻസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളെല്ലാം കൗൺസിലേഴ്സും ട്രെയിനേഴ്സും പിന്നെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ്. ഇവിടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, അത് ആ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ളത്. അതായത് നിമിഷം കൊണ്ട് മറ്റൊരാളുമായിട്ട് സംസാരിച്ച് റാപ്പോർട്ട് ഉണ്ടാക്കാനും അവരെ കയ്യിലെടുക്കാനും അവരുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കാനുമുള്ള കഴിവാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും, ഏതൊരു ആളുമായിട്ടും ആത്മബന്ധം ഉണ്ടാക്കും, അത് വർഷങ്ങളോളം നിലനിർത്താനും കഴിയും. ഈ ബന്ധം ഉണ്ടാക്കിയിട്ട് നിമിഷം കൊണ്ട് തെറ്റുന്നവരുമുണ്ട്, ജീവിതകാലം മൊത്തം ബന്ധം കീപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇന്റർപേഴ്സണൽ ഉള്ളവർക്ക് സംസാരിച്ച് നമ്മുടെ അല്പനേരത്തെ സംസാരം കേൾക്കുമ്പോഴേ അവർ നമ്മളുമായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ളതുപോലെ നമുക്ക് തോന്നും. എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കവാറും എല്ലാവരും ഇന്റർപേഴ്സണൽ ഉള്ളവരാണ്. അത് ഈ ഇന്റർപേഴ്സണൽ നല്ലപോലെയുള്ള ആരൊക്കെയാണ്? അവര് കൂട്ടുകൂടാൻ ഇഷ്ടമാണ്, ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമാണ്, ആൾക്കാരുടെ ഇടയ്ക്ക് ഇരിക്കാനാ താല്പര്യം, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പെട്ടെന്ന് ആ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പോകത്തുമില്ല, നല്ലപോലെ കീപ്പ് ചെയ്യുകയും ചെയ്യും. വളരെ ഇഷ്ടമാണ്, ഫ്രണ്ട്സിനെ കിട്ടുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഇഷ്ടമാണ്. അതുപോലെ മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും, അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും, നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന പെട്ടെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റും. നല്ല ടീച്ചേഴ്സ്, നല്ല കൗൺസിലേഴ്സ്, നല്ല അഡ്വക്കേറ്റ്സ് ഒക്കെ ഇന്റർപേഴ്സണൽ സ്കില്ല് ഉള്ളവരാണ്. ഇന്റർപേഴ്സണൽ സ്കില്ല് ഇല്ലാത്ത ആരും കാണും. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൈ ഇന്റർപേഴ്സണൽ സ്കില്ലുള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് നമുക്ക് ആരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അടുത്തത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. സെൽഫ് ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ വിത്ത് സെൽഫ്. അപ്പൊ ഇന്റർപേഴ്സണൽ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് ആണെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വിത്ത് സെൽഫ് ആണ്. അതായത് ചോദ്യം ഉത്തരവും അവരോട് തന്നെയാണ്. ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം, ഒരുപാട് ചോദ്യം സ്വയം, ഒരുപാട് ഉത്തരം സെൽഫായിട്ട്, ഒരുപാട് ചിന്തിക്കും, ഒരുപാട് നല്ല എഴുത്തുകാര്, നല്ല ചിന്തകന്മാര്, സയന്റിസ്റ്റുകള് അവരവരുടെ ലോകത്തങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കും. ആരും കയറി ശല്യപ്പെടുന്ന ഇഷ്ടമല്ല. ഫ്രണ്ട്സൊക്കെ വന്നാൽ ജസ്റ്റ് സംസാരിക്കും, അവർ പോകുമ്പോഴാണ് ഒരു മനസമാധാനം. ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഉണ്ടായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു, എല്ലാവരും പോയി, പെണ്ണിറങ്ങി, ആളുകളൊക്കെ പോയി, അത് കഴിഞ്ഞ് വീട് സ്വസ്ഥമായി. പുള്ളി മുറി കയറി കഥ അടച്ച് ഫാനൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മൊബൈലിനകത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സബ്ജക്ട് വായിക്കാൻ തുടങ്ങി, മനസ്സമാധാനമായി. ആളും ബഹളം എല്ലാം പോയി കിട്ടി. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, സ്വയം ചോദ്യം, സ്വയം ഉത്തരം, ഭയങ്കര എൻജോയ്മെന്റ്. ആരും വേണ്ട, സന്തോഷത്തിന് ആരുടെ ആവശ്യമില്ല. ദേ ആർ ഹാപ്പി വിത്ത് ദംസെൽസ്. ഭയങ്കര സെൽഫ് എസ്റ്റീം ഉള്ളവരാണ്. അവരെപ്പോഴും അവരുമായിട്ടാണ് ഇന്ററാക്ഷൻ. ചോദ്യവും അവരുടെ ഉള്ളിൽ തന്നെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉത്തരം നൽകുന്നുണ്ട്. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം? ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇതെന്തിനാണ് മനുഷ്യന് ജന്മം തന്നത്? എന്തിനു വേണ്ടിയാണ്? ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതിയോ? എൻ്റെ ജീവിതം ശരിയാണോ? ഇങ്ങനെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? എന്തൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റീസ്? എനിക്ക് കുറച്ചുകൂടെ മാറ്റം വരുത്തണം, കുറച്ചുകൂടെ സെൽഫ് ഗ്രോത്ത് ഉണ്ടാവണമോ? ഇതെല്ലാം ഉള്ളിൽ ഞാൻ കുറച്ചുകൂടെ പഠിക്കണം, ഇനി പുതിയ കോഴ്സുകൾക്ക് ചേരണം. ഇതെല്ലാം അവരുടെ ഉള്ളിൽ നടക്കുന്ന വ്യാപാരങ്ങളാണ്. സോ ദേ ആർ ഇൻസൈറ്റ് ഉള്ളവരാണ്. അവർക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം അവർ കണ്ടുപിടിക്കും. അവർ ഒരുപാട് വായിക്കും, ചിന്തകരാണ്, വായിക്കുന്നവരാണ്, ഏകാന്തമായിട്ട് അവരുടെ ലോകത്ത് വിരാജിക്കുന്നവരാണ്. അല്ല, ഇത് രണ്ടും കൂടി ഒന്നിച്ചൊരാൾക്ക് വരാവോ? തീർച്ചയായിട്ടും. ഇത് എനിക്ക് രണ്ടും എട്ടെണ്ണം വരാം. വരാനും ഇഷ്ടം. നമ്മള് പക്ഷേ ഇല്ലാത്ത ആള് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കത്തില്ല. അവർക്ക് എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട്. കടയിൽ പോകണമെങ്കിൽ ഒരു കൂട്ടുകാരെ വിളിച്ചോണ്ട് വരാം, നമുക്ക് ഒരുമിച്ച് നീ ഇവിടെ വരണേ. ഒറ്റയ്ക്ക് പോകാൻ വലിയ പാടാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വലിയ പാടാണ്. ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ കൂട്ടുകാരി ഇല്ലാതെ പറ്റത്തില്ല. എനിക്കൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് വിജനമായ ബൈക്ക് എടുത്ത് ഞാൻ വളരെ ചെയ്യാൻ ആരും കൂട്ടുവേണ്ട. ഗ്രൂപ്പിലായാൽ സന്തോഷം, അല്ലാതെ ഒറ്റയ്ക്കായാലും സന്തോഷം. രണ്ടും ഉണ്ട്. മാഡത്തിന് ഇൻട്രാപേഴ്സണലും ഉണ്ട്, ഇന്റർപേഴ്സണലും ഉണ്ട്. അത് നല്ല കാര്യമാണ്, രണ്ടും വേണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇന്റർപേഴ്സണൽ മാത്രമായാല് ഒരു ബഹളക്കാരനായിരിക്കും, നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, വളരെ ക്രിയേറ്റിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഇൻട്രാ ഉള്ള, അപ്പൊ APJ അബ്ദുൽ കലാം ഒക്കെ ഇൻട്രാപേഴ്സണലുകാരനാണ്.
അതിനെ ആരും വേണ്ട, കല്യാണം പോലും കഴിച്ചില്ല, കൂട്ടു വേണ്ട, ആരും വേണ്ട. പക്ഷെ അദ്ദേഹം പിന്നെ ഇന്റർപേഴ്സണൽ പിന്നെ ഡെവലപ്പ് ചെയ്തു, എങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാനാ ചിന്തിക്കുക. ആ സമയത്താണ് കൂടുതൽ ക്രിയേറ്റിവിറ്റി. ഈ ഇൻട്രാപേഴ്സണൽ ഇല്ലാത്തവർ ഒറ്റയ്ക്ക് ഇരുന്ന ഔട്ട്പുട്ട് ഇല്ല. ഇൻട്രാപേഴ്സണൽ ഉള്ളവർ ഒറ്റയ്ക്ക് ഇരുന്നാൽ അവരുടെ സെൽഫായിട്ട് അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇൻട്രാപേഴ്സണൽ നല്ലപോലുള്ള ആരുണ്ട് പറഞ്ഞേ? എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കും, ഒറ്റയ്ക്കിരുന്ന് വായിക്കാൻ ഇഷ്ടമാണ്, വായിക്കും. ക്രിയേറ്റീവായ പല കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. വേറെ എനിക്ക് ഇഷ്ടമാണ് സാർ, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സെൽഫ് ലവ് ഉണ്ട്, സെൽഫ് എസ്റ്റീം ഉണ്ട്, ആത്മാഭിമാനം, ആത്മവിശ്വാസം, ആത്മനിർവൃതി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, ഇൻട്രാപേഴ്സൺ. വേറെ ആരും ഇല്ലെങ്കിൽ തന്നെ അതുപോലെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുള്ളൊരു പ്രശ്നമേ ഇല്ല. ഒറ്റയ്ക്കാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഇഷ്ടപ്പെടാതിരിക്കുന്നത് അവർക്ക് പരാതിയില്ല എന്നുള്ളതാണ്. എന്നെ ആൾക്കാർ ഒറ്റപ്പെടുത്തി, ഒരാൾ തഴഞ്ഞു, അപ്പൊ എനിക്ക് ഒരാൾ എന്നെ അങ്ങ് ഒഴിവാക്കുന്നു, എന്നെ കൊച്ചാക്കുന്നു, കളിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മെല്ലെ അവരെ വലിയ ഇന്ററാക്ഷനിൽ നിന്ന് അങ്ങ് ഒഴിവാക്കുമെന്നല്ലാതെ അവരോട് വിരോധവും ഇല്ല, പരാതിയില്ല. കാരണം നമ്മുടെ വലിയ ലിസ്റ്റിൽ നിന്ന് ഒരാളങ്ങ് കുറഞ്ഞു, പക്ഷെ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ വളരെ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ ഈ ഇൻട്രാ ഉള്ളവർ എപ്പോഴും ഹാപ്പിയാണ്, കാരണം നമുക്ക് വേണ്ട ആള് കൂടെ ഉണ്ട്, നമ്മുടെ സെൽഫ്. അപ്പൊ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, നമ്മൾ കൂട്ടുകൂടുന്നത് നമ്മളുമായിട്ട് തന്നെയാണ്. അപ്പൊ നമ്മളെപ്പോഴും കൂടെ ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ എന്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോ ആ കംഫർട്ട് അനുഭവിക്കാൻ ഇൻട്രായെ കൊണ്ടേക്കും. ഇന്റർപേഴ്സണലുകാര് ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഒരു വിഷമമാണ്. ഓ, ഇത്ര നേരം അവനുണ്ടായിരുന്നു കൂടെ, അല്ലെ അവളുണ്ടായിരുന്നു കൂടെ. ഒരാൾ വിളിച്ചോണ്ട് അതാ മണിക്കൂർ സംസാരിക്കും. ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞാൽ അവർ ബോറടിക്കുന്നു. അതിന്റെ അർത്ഥം ഇൻട്രാ കുറവാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ബോറടിക്കുന്ന ഇൻട്രാ ഒട്ടും ഇല്ലാത്ത ആരുണ്ട്? ഒറ്റയ്ക്ക് ഇരിക്കാനേ പാടാ. ഇൻട്രാ തീരെ കുറവുള്ള ആരുണ്ട്? എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യാനും അവരുടെ ഇടയ്ക്ക് ഇരിക്കാനും ഒക്കെയാണ് താല്പര്യം. ആരുമില്ല, എല്ലാവരും ഇൻട്രാ കുറച്ചുള്ളവരാണ്. ഓക്കെ, നല്ല. എനിക്ക് പിന്നെ ഗ്രൂപ്പിലായിരിക്കുമ്പം നല്ലതാ, പക്ഷെ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വലിയ സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ആ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനാ കൂടുതൽ ഇഷ്ടം. ഫോൺ അതെ. ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ഇഷ്ടക്കുറവാണ്. ഈ കൂടുതൽ ഹാപ്പി ആവുന്ന ആരാന്ന് പറഞ്ഞാൽ ഇൻട്രാ ഉള്ളവർ തന്നെയാണ്. ദേ ആർ മോസ്റ്റ് ഓഫ് ദ ടൈം ഹാപ്പി. ദേ ആർ ഹാപ്പി വിത്ത് ദംസെൽഫ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഡെവലപ്പ് ചെയ്യാനാണ് മെഡിറ്റേഷൻ. അപ്പോ നമ്മൾ മെഡിറ്റേഷൻ ഇഷ്ടപ്പെടുന്നവര്, ഏകാന്തത ഇഷ്ടപ്പെടുന്നവരെ കുറച്ച് ഇൻട്രോവേർട്ട് നേച്ചറാണ്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവ് കൂടുന്നു എന്നുള്ളതാണ്. അത് നല്ലത് തന്നെയാണ്. അവര് നല്ല ചിന്തകന്മാരാണ്, നല്ല റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഒരുപാട് വായിച്ച് മനസ്സിലാക്കുന്നവര്, സ്വയം അനലൈസ് ചെയ്യുന്നവര്, സെൽഫ് അവയർനെസ് ഉള്ളവര്, ഇവരെല്ലാം ഇൻട്രാപേഴ്സണൽ ഉള്ളവരാണ്. അവര് നല്ല ഫിലോസഫേഴ്സ് ആണ്, നല്ല ചിന്തകന്മാരാണ്, എഴുത്തുകാര്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, പുതിയ പുതിയ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഇൻട്രാ ഉള്ളവരിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ. നല്ല ആർക്കിടെക്ട്സ്, അവര് എഴുത്തുകാര്, പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുന്നത്, പുതിയ പുസ്തകങ്ങളും പുതിയ ആശയങ്ങളും ലോകത്തിന് സംഭാവന ചെയ്യുന്ന എഴുത്തുകാരെല്ലാം മണിക്കൂറും ഏകാന്തതയിലിരുന്ന്. തിരക്കഥാകൃത്തുക്കള് എനിക്കറിയാം, ബാലേന്ദ്രൻ എനിക്കറിയാവുന്ന ഒരാളാണ്. പുള്ളി മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളി ഒരു കുറച്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പൊ ഒരു പുതിയ സിനിമയുടെ ഐഡിയ മനസ്സിൽ വന്നാൽ പുള്ളി 1 മാസം 2 മാസം ആ ഒരു ഫാം ഹൗസിൽ ഒറ്റയ്ക്കാണ്. എന്നിട്ട് അവിടെ പലപ്പോഴും നടന്നും പറങ്കാവിന്റെയും മാവിന്റെയും ഒക്കെ അടിയിൽ നിന്നും ഒക്കെ പുള്ളി എഴുതും. അപ്പൊ ഐഡിയ കിട്ടും. അവിടെ കുറച്ചാൾ ഒറ്റയ്ക്ക് അങ്ങ് താമസിച്ചത്, ഹട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഏകാന്തതയിലാണ് ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നതും. നമ്മുടെ ആത്മാവിഷ്കാരം, നമ്മുടെ ആത്മാവുമായിട്ട് നമുക്ക് കൂടുതൽ സംവദിക്കാൻ പറ്റുന്നത്, നമ്മുടെ സോളുമായിട്ട് നമ്മുടെ മനസ്സ് കൂടുതൽ സംവദിക്കുന്നതും, നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഐഡിയാസ് പുറത്തു വരുന്നതും ഒക്കെ ശരിക്കും ഏകാന്തതയിലും ആ സെൽഫ് ഇന്ററാക്ഷനിലും. ഇൻട്രാ ഒട്ടും മോശമായ ഒരു കാര്യമല്ല. നമ്മൾ ഇൻട്രാ കൂടാനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇൻട്രാ കുറവുള്ളവർക്ക് സെൽഫ് അവയർനെസ്സും സെൽഫ് എസ്റ്റീമും ഈ ഒരു ആത്മസാക്ഷാത്കാരം ഒക്കെ നേടാനായിട്ട് കഴിയും. അതതിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ്. നമ്മുടെ
ജീവിതത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ഈ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒന്നിനോടും താല്പര്യമില്ല, ബാക്കിയുള്ളത് നമ്മളെ മോഹിപ്പിക്കാനോ ഒന്നുമില്ല. നമ്മുടെ ആ ഒരു റിയൽ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് ജീവിക്കുക. നമുക്ക് ആവശ്യങ്ങൾ തീരെയില്ല, ആഗ്രഹങ്ങളും തീരെയില്ല, ഭൗതിക വസ്തുക്കളോടും താല്പര്യമില്ല, എല്ലാം മതിയായി. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഒടുവിൽ സ്വയം ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ്. അപ്പോഴാണ് ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളൊരു ദാനം ചെയ്യുന്നു, എന്നിട്ട് ആരും അറിയണ്ട എന്ന് പറയുന്നു. 1 കോടി രൂപ വെച്ച് ഒരാൾക്ക് 10 പേർക്ക് വീട് വെച്ച് കൊടുത്തു. എന്നിട്ട് ആ വീട്ടുകാരോട് പറയുന്നു, ഇതാരോടും പറയരുത്, രഹസ്യമായിരിക്കണം, പത്രക്കാരും അറിയണ്ട, രാഷ്ട്രീയക്കാരും അറിയണ്ട, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അതിന്റെ ഉദ്ഘാടനത്തിനോ ഒന്നിനും വരുത്തുമില്ല, ഒറ്റ മനുഷ്യന് ഇത് അറിയരുത്, എന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പുള്ളി ആ ഒരു ലെവലിലാണ്. അതിനല്ലാത്തൊരു ആത്മസാക്ഷാത്കാരത്തിന്റെ ലെവലിൽ എത്താത്തൊരു നാട്ടുകാരെ മൊത്തം അറിയിക്കും, ഞാൻ ഇതുപോലെ ഇത്ര സംഭാവന ചെയ്തു എന്നെല്ലാവരും അറിയണം. അത് വേറൊരു ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആത്മസാക്ഷാത്കാരം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നുള്ളത്. അടുത്തത് ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ്. ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ സ്കിൽസ്, മനസ്സും ശരീരവുമായിട്ടുള്ള ഹാർമണി. മനസ്സിൽ എന്ത് വിചാരിക്കുന്നു അതുടൻ ബോഡിയിലേക്ക് വരുത്താൻ പറ്റും. മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ ബോഡി പാർട്സ്, ബോഡിയിലെ സകല മസിൽസും സകല ഭാഗങ്ങളും വഴങ്ങും. ഇപ്പൊ മോഹൻലാലിന്റെ മുഖത്തൊരു ഭാവം വരുത്തണമെന്നുണ്ടെങ്കിൽ ചുണ്ടുകൊണ്ട് അല്ലെങ്കിൽ കവിളുകൊണ്ട്, കവിളിന്റെ ഭാഗം, മൂക്കിന്റെ മസിൽ കൊണ്ട്, കണ്ണിന്റെ മസിൽ കൊണ്ട്, പുരിയം കൊണ്ടൊക്കെ മോഹൻലാലിന് അതെന്താണോ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നത് അത് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റും. അദ്ദേഹത്തിന് ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം നല്ല നടനായത്, അദ്ദേഹം കോടീശ്വരനായത്. അദ്ദേഹത്തിന് ഈ ഒരൊറ്റ ഇന്റലിജൻസ് മതി നമ്മളെ മില്യനെയർ ആക്കാനായിട്ട്. മെസ്സി നല്ല ഫുട്ബോളറായത്, അദ്ദേഹം ഗോൾ അടിക്കുമ്പം പെനാൽറ്റി അടിക്കുന്നു. കഴിഞ്ഞ ലോക കപ്പിലൊക്കെ ചാമ്പ്യൻഷിപ്പിലൊക്കെ അദ്ദേഹം 10 ഷൂട്ട് കിട്ടുകയാണ്, പെനാൽറ്റി ഷൂട്ടിലാണ് ജയിച്ചത് അർജന്റീന. അപ്പൊ അവരത് അടിക്കുമ്പോഴേ മനസ്സിൽ വിചാരിക്കുന്നു ഇതുപോലെ അടിക്കണം, കോർണറിൽ കൂടെ പോയി ഗോളിയെ വെട്ടിച്ച് ഗോൾ പോസ്റ്റിലേക്ക് പോകണം, മനസ്സിലതുണ്ട്. അതനുസരിച്ച് കാല് വർക്ക് ചെയ്യുന്നു. സച്ചിൻ ഇങ്ങനെ സച്ചിന് ഈ ഇന്റലിജൻസ് ഉണ്ട്. സച്ചിൻ ബാള് അത്ര സ്പീഡിൽ എറിയുമ്പോൾ അതിന് സമയമൊന്നുമില്ല ആലോചിച്ച് ചെയ്യാനായിട്ട്. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലും ഈ ഇന്റലിജൻസ് ഉണ്ട്. അവർക്ക് ബോഡിയിൽ എല്ലായിടത്തും ഇന്റലിജൻസ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് കൈ അതനുസരിച്ച് ബാറ്റിനെ ചലിപ്പിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ 4 പോയി, നമ്മൾ വിചാരിച്ച് കുറ്റി തെറിക്കുമെന്ന്, പക്ഷെ അപ്പോഴേ 4 പോയി. അടുത്തത് 6 അടിക്കുന്നു. യുവരാജ് സിംഗ് 6 ബോളിൽ 6 6 അടിച്ചു. അതനുസരിച്ച് ബാറ്റ് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു, കൈയുടെ മൂവ്മെന്റ്. അപ്പൊ മോട്ടോർ സ്കിൽസ്. അപ്പൊ നല്ല അത്ലറ്റുകള്, അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഹൈ ജമ്പ് ചാടാൻ പറ്റുന്നു, പോൾ വാൾട്ട്, എല്ലാം ഈ ബാഡ്മിന്റൺ കളിക്കുന്നത് എല്ലാം ഈ ഒരു ഇന്റലിജൻസ് ഉള്ളവരാണ്. ശരീരത്തിന്റെ മൂവ്മെന്റ്, അവർക്ക് മോട്ടോർ സ്കില്ലും മനസ്സുമായിട്ട് ഹാർമണിയിലാവുന്നു. അപ്പൊ നല്ല നർത്തകര്, നല്ല നടന്മാര്, നല്ല സ്പോർട്സ്മാൻമാരെല്ലാവരും ഈ അവർക്ക് മോട്ടോർ സ്കില്ല് നല്ല കൂടുതൽ എഫക്റ്റീവാണ്. മൈൻഡ് ബോഡി ഹാർമണി കൂടുതൽ എഫക്റ്റീവാണ്. നമ്മളിപ്പോൾ മനസ്സിലൊരു കാര്യം വിചാരിക്കുന്നു, അതുപോലെ നമ്മുടെ മുഖത്ത് ആക്ഷൻസ് വരുന്നില്ല, നമുക്ക് നടനാവാൻ പറ്റത്തില്ല. അപ്പൊ നർത്തകന്മാരും നടന്മാരും സ്പോർട്സ്മാൻമാരും സെലിബ്രിറ്റീസ് കൂടുതലും ഓരോ രംഗത്തും ഷൈൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. അപ്പൊ അദ്ദേഹം ഈ 8 എണ്ണമായി. ഈ 8 ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇതെനിക്കുണ്ട്. നൃത്തം അല്ലെങ്കിൽ സ്പോർട്സ് ഏതെങ്കിലും ഉണ്ടോ? ഡാൻസ്, ഡ്രാമ, സ്പോർട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ബോഡി കിനസ്തെറ്റിക് ഉണ്ട്, 3-4 ഇന്റലിജൻസ് ഉണ്ട്. ഈ 8 എണ്ണത്തിൽ ഒരു 5 എണ്ണമെങ്കിലും ഉള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞേ. എപ്പോഴും എനിക്ക് റീനയ്ക്ക് എത്ര എണ്ണം ഉണ്ട്? 5, 6 ഉണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഇൻട്രാ പേഴ്സണൽ. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏതാ? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഉള്ളില് നമുക്ക് ദൈവം തന്നപ്പോ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ പിന്നെ തേങ്ങയും ശർക്കരയും ഒക്കെ വെക്കുന്ന പോലെ ദൈവം കുറേശ്ശെ ഇട്ടാണ് ഭൂമിയിലോട്ട് പോയിട്ട് വാമോളെ എന്ന് പറഞ്ഞ് വിടുന്നത്. അപ്പൊ അങ്ങനെ വിടുമ്പോഴേ നമുക്ക് ഏതൊക്കെ കിട്ടി, ചിലത് കൂടും ചിലത് കുറയും. അന്നേരം ദൈവം വാരി ഇടുന്നതനുസരിച്ചാ. ചിലത് തേങ്ങ കുറഞ്ഞു പോകും, ചില ശർക്കര കുറഞ്ഞല്ലേ. ഇവിടെ ചിലക്ക് റീനയ്ക്ക് ഏതാ ദൈവം കൂടുതൽ തന്നെന്നുള്ള നമുക്കേ അറിയാൻ പറ്റൂ, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം പോകുന്ന വഴി. പിന്നെ ഡെവലപ്പ് ചെയ്യാം, ദൈവം തന്നതിന് നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്യാം. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഇന്റർപേഴ്സണലാണോ ഇൻട്രായാണോ?
ഇന്റർപേഴ്സണലാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ഇൻട്രോ ഞാനിപ്പം മേക്കപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻട്രൈവ് ഉണ്ട്, കുറച്ച് ആ. അത് അതിന്റെ അർത്ഥം ക്രിയേറ്റിവിറ്റി തുടങ്ങി, ഒറ്റയ്ക്ക് ഇരുന്ന് തല വർക്ക് ചെയ്യാൻ അത് തുടങ്ങി. യോഗ മെഡിറ്റേഷനിൽ കൂടിയാണ് ഞാനത് നേടിയെടുത്തത്. യോഗ മെഡിറ്റേഷൻ അങ്ങ് മുറുകെ പിടിച്ചു കഴിഞ്ഞാല് സെൽഫ് അവയർനെസ് കൂടും, നമ്മുടെ മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആകുമ്പോൾ ക്രിയേറ്റിവിറ്റി കൂടും, പുതിയ മാറ്റങ്ങൾ, പുതിയ ഡെവലപ്മെന്റ്, ഗ്രോത്തിന് വേണ്ടിയാണത്. എപ്പോഴും നമ്മൾ ആ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, അഡ്വാൻസ്മെന്റ്. ഇപ്പൊ നിൽക്കുന്ന നമുക്കൊരു ഒരു റിയൽ ഇതുകൊണ്ട് ഒരു ഡ്രീം, റിയൽ റീനയുണ്ട് ഇപ്പോഴത്തെ റീന, പക്ഷെ ഡ്രീമായിട്ട് നിൽക്കുന്ന റീനയെ മനസ്സിൽ കാണണം. ഇത് നമുക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അത് കുറച്ച് കുറച്ച് വന്ന് റിയൽ റീന അവസാനം ഡ്രീമിൽ കണ്ട റീനയുടെ കൂട്ട് ആവുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം ധന്യമാവും, ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയും. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ജീവിതം ഒരാളുടെ സക്സസ് ആയി എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ ഗോൾ നമ്മൾ നേടുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഗോൾ ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള, അപ്പോൾ ഓരോ മൊമെന്റിലും ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള വർക്കായിരിക്കും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അദ്ദേഹം 8 പറഞ്ഞ് നിർത്തിയ ശേഷം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് പുതിയൊരാശയം വന്നു. അദ്ദേഹം പുതിയൊരു ഇന്റലിജൻസ് കൊണ്ട് വെച്ചു, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ എന്തിനാണ് ഈ എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഈ മനുഷ്യൻ എന്നതിന്റെ എക്സിസ്റ്റൻസ് എവിടെയാണ്? നമ്മൾ ഈ ശരീരം കളഞ്ഞാൽ ആത്മാവ് നിലനിൽക്കുമോ? ഇത്ര കൊല്ലം 60 കൊല്ലം 70 80 കൊല്ലം ജീവിച്ചിട്ട് അവിടെ കൊണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മളങ്ങ് തീരുകയാണോ, അതോ നമ്മൾ വീണ്ടും നിലനിൽക്കുമോ? ഇങ്ങനെയൊക്കെ എപ്പോഴും ചിന്തിക്കുന്നു. അതായത് ആത്മീയമായ ചിന്തകൾ ഇതെല്ലാവർക്കും ഇല്ല, ഇത് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. അവരെപ്പോഴും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് എവിടെ പോകും? അപ്പൊ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ തേടുക, മരണശേഷം എന്താണ്. അപ്പൊ അവരിപ്പോഴത്തെ കാര്യത്തെ കുറിച്ച് അത്രയും ബോധേഡല്ല, ഇത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ. ദേ ആർ തിങ്കിങ് അബൌട്ട് ദെയർ റിയൽ എക്സിസ്റ്റൻസ് ഓഫ് ദെയർ സോൾ. അവരുടെ സോളിനെ കുറിച്ച് ഉണ്ടെന്നും ഇവിടം കഴിഞ്ഞ് ഇത്രയും കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണോ, ഇതൊക്കെ ചിന്തിക്കുന്നു. അപ്പൊ ഇതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പുസ്തകങ്ങളിലും ഗുരുക്കന്മാരുടെ അടുത്തും ഹിമാലയത്തിലും ഋഷികേശിലും ബൈബിളിലും ഒക്കെ തിരയുകയാണ്. അവരെവിടെയാണ് ഈ സത്യം കിട്ടുന്നതെന്ന്. സത്യം അന്വേഷിച്ച് നടക്കുന്നു, സത്യാന്വേഷിയായിട്ട് മാറുന്നു. എക്സിസ്റ്റൻഷ്യൽ ഇത് കൂടിക്കഴിഞ്ഞാൽ വീടും കുടിയൊക്കെ കളഞ്ഞിട്ട് അങ്ങ് പോകും. ഭാര്യ മക്കളെ കളഞ്ഞിട്ട് സത്യം അന്വേഷിച്ചങ്ങ് ഇറങ്ങും. കാവ്യ വസ്ത്രമൊക്കെ ഉടുത്ത് ഏകനായിട്ട് എല്ലാം ഉപേക്ഷിച്ച്, ഭൗതികം എല്ലാം ഉപേക്ഷിച്ചങ്ങ് പോകും എക്സിസ്റ്റൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ. കാരണം ആ ചിന്തയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. അത് കുറച്ചെങ്കിലും ഉള്ള ആരുണ്ട്? എക്സിസ്റ്റൻഷ്യൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ആരുണ്ട്? എപ്പോഴും ആത്മീയമാണ്. ചെറിയ തോതിൽ ആത്മീയതയിലോട്ട് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ എന്താണ് ഇതിന്റെയൊക്കെ ജീവിതത്തിന്റെ ഉദ്ദേശം? ഭയങ്കര സ്ട്രോങ് അല്ല, പക്ഷെ നമ്മളെ ഇഷ്ടമാണ് ആത്മീയ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക്, എക്സിസ്റ്റൻസിലുള്ളവർക്ക് ആത്മീയ കാര്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ ഉത്തരം തേടുകയാണ് അവര്. അതുള്ളവർ മാത്രമാണ് അതിന്റെ പുറകെ പോകുന്നത്. അവര് കൂടുതൽ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകും, ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് അതൊക്കെ ഭൗതിക കാര്യങ്ങൾ അവർക്ക് താല്പര്യം കുറവാണ്. കാരണം അവർക്കറിയാം ഇത് 10, 60, 70, 80 കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് തീരും, ഇതൊന്നും ഒരു കാര്യമില്ല. ഈ ഭൗതിക കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം പോവുകയാണ്. അവരാ കൂടുതൽ ചിന്തിക്കുന്നവരാണ്. അവർക്ക് എപ്പോഴും നമ്മുടെ റിയൽ എക്സിസ്റ്റൻസിനെ, നമ്മുടെ സോളിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, നമ്മൾ എവിടുന്ന് വന്നു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് 8 ഇന്റലിജൻസ്. ഈ 9 ഇന്റലിജൻസ്, ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളെ വളർന്നു വരുമ്പോൾ, അപ്പോൾ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ പേരന്റിങ്ങിനകത്തും അതുപോലെ തന്നെ. അതുകൊണ്ടാണ് കൗൺസിലേഴ്സിനും ട്രെയിനേഴ്സിനും ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴേ അവരുടെ ഈ എല്ലാ ഇന്റലിജൻസും വളർന്നു വരത്തക്ക രീതിയിൽ വേണം പഠിപ്പിക്കാൻ. അതുകൊണ്ട് സ്കൂളുകളിൽ ചിത്രരചന പഠിപ്പിക്കുന്നു, മ്യൂസിക് പഠിപ്പിക്കുന്നു. ഈ ഒരു ഇന്റലിജൻസിന്റെ തിയറി വെച്ചുകൊണ്ടാണ് സ്കൂളുകളിൽ കണക്ക്, ഭാഷ ആദ്യം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ബേസിക് ആയിട്ട് പണ്ട് കാലത്ത് 2 സബ്ജക്റ്റ്, ഭാഷയും കണക്കും. അപ്പൊ ഈ 2 എണ്ണേ വരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഈവൻ LKG UKG പോലും ചിത്രം വരാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് ടൂർ, മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ടൂർ, നാച്ചുറലിസ്റ്റിക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, വിഷ്വൽ സ്പേഷ്യൽ കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്.
സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അല്ലാത്തവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. കുട്ടിക്കാലത്ത് ഡെവലപ്പ് ചെയ്യണം. അത് ഒരു 10, 12, 13 വയസ്സ് വരെ ഇത് നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിത്രം വരെ കുട്ടികളെ കുട്ടിക്കാലത്തെ പഠിപ്പിക്കുമ്പോൾ അത് കൂടും. അതുപോലെ തന്നെ മ്യൂസിക്കൽ പാട്ട് പഠിപ്പിക്കുമ്പോഴേ തബല, മൃദംഗം, ഉപകരണ സംഗീതം പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ മ്യൂസിക്കൽ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് ടീം വർക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ, കൂട്ടുകൂടുമ്പോഴേ, സ്കൂളിലെ പല ടീമായിട്ട് പല പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അവരെ ക്ലബുകളിൽ, ബാലയന സഖ്യം പോലുള്ള ചില ഗ്രൂപ്പുകളിലൊക്കെ വരുമ്പോഴേ അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കൂടുന്നു. അതുപോലെ അവരെ പ്രസംഗിപ്പിക്കുന്നു. അതൊക്കെ പ്രസംഗ പരിശീലനമൊക്കെ അവരുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂട്ടാനും, കുട്ടികളെ കൊണ്ട് ഒരുപാട് ലൈബ്രറി ബുക്ക് വായിപ്പിക്കുന്ന അവരുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടാനെല്ലാം വളരെ സഹായിക്കും. ഈ 8 ഇന്റലിജൻസും കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ പഠിക്കുമ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്നു. ഇപ്പം പല സ്മാർട്ട് ക്ലാസ്സുകൾ കുട്ടികളെ ദൃശ്യങ്ങൾ കാണിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസും കൂടി വർക്ക് ചെയ്യുമ്പോഴേ അത് ഓർമ്മയിൽ തങ്ങി നിൽക്കാനായിട്ട് വളരെയധികം സഹായിക്കും. അവർക്കത് ആ ബ്രെയിൻ അവരുടെ ബുദ്ധിയിലോട്ട് അത് കയറാനും ശരിക്കും അവരത് മനസ്സിലാക്കാനും അതുവഴി അത് ലോങ് ആയിട്ട് മെമ്മറി സൂക്ഷിക്കാനും കഴിയും. അപ്പോൾ വെറുതെ ഒരു ടീച്ചർ ഒരു കാര്യം പറയുന്നതിനോടൊപ്പം ഒരു ചിത്രം കൂടെ കാണിക്കുമ്പോൾ അതിന്റെ അത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണിക്കുന്നതോടുകൂടി കുട്ടിക്ക് 2 ഇന്റലിജൻസ്, അപ്പോൾ അവരത് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ അത് മനസ്സിലാക്കി കൊടുക്കുക, അനലൈസ് ചെയ്ത്, പക്ഷെ അതിനോടൊപ്പം അതിന്റെ ഒരു വീഡിയോയും കൂടെ കാണിച്ചപ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വർക്ക് ചെയ്യുകയും കുട്ടി നല്ലതുപോലെ അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ ഈ അധ്യാപകര് ഈ ഇന്റലിജൻസ് എല്ലാം വളർത്തിയെടുക്കാനും ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് 9 ഇന്റലിജൻസ്. നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് വലിയൊരു സബ്ജക്റ്റാണ്, ഒരുപാട് പറയാനുള്ള കാര്യങ്ങളാണ്. നമുക്കിനി അതിന്റെ ഫീഡ്ബാക്ക് നോക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം, എന്തെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം, നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. Hello, sir. Good morning. First of all, thank you, sir, for your wonderful session. Actually, as a special educator, understanding these different intelligence helps identify each student's strength and their unique abilities also. And of course, I can design inclusive teaching strategies. സാർ ഇത് പറയുമ്പോൾ ഞാൻ ഓരോ കുട്ടികളുടെ ഫേസസ് ആണ് എനിക്ക് ഇങ്ങനെ എന്റെ മൈൻഡിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളൊരിക്കലും അരിത്തമെറ്റിക്കൽ ലോജിക്കൽ കുറവുണ്ട്, കണക്കിന് മോശമായ കുട്ടി നല്ലപോലെ ചിത്രം വരയ്ക്കുമെങ്കിൽ അവന് വേറെ ഒരു ഇന്റലിജൻസ് ആണെന്നേ ഉള്ളൂ. ഇവനെ നമ്മൾ മണ്ടനായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. ഇതില് സാർ നമുക്ക് ഇപ്പൊ സാർ പറഞ്ഞ ഇന്റലിജൻസിൽ ഞാൻ നോക്കുമ്പോ എനിക്ക് 9 ഇന്റലിജൻസും കുറേശ്ശെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവോ? തീർച്ചയായിട്ടും 9 കാണും. എനിക്കും ഏകദേശം ഇതെല്ലാം ഉള്ള ആളാണ്. അതായത് ഒരാള് ശരിക്കും ഒരു നല്ലതുപോലെ ചിന്തിക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതെല്ലാം കൂടും. ഇപ്പൊ ഞാൻ പല 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 കോഴ്സുകൾ പാസ്സായി, പലയിടത്തും ഒരുപാട് കുട്ടിക്കാലം മുതൽ സ്റ്റഡി ചെയ്ത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ദിവസം ക്ലാസ് എടുക്കുന്നു, ട്രെയിനറാണ്. അപ്പൊ അതിനുവേണ്ടി എന്നും വർക്ക് ചെയ്യും. അപ്പോൾ ഈ നമ്മളെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ 9 ഇന്റലിജൻസും കൂടും. നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മൾ ഒന്നും ചെയ്യാതെ. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? 22 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വീട്ടമ്മയായി, ഡിഗ്രി കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം, അവിടെ തീർന്നു. പിന്നെ ആകെ അടുക്കളയിൽ കയറി ചോറ് വെക്കുന്നു, കൊടുക്കുന്നു, ചോറ് വെക്കുന്നു, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു, കഴിയുന്നു. ഈ വീട്ടമ്മയ്ക്ക് പിന്നുള്ള അല്ലെ മക്കളെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു, അപ്പൊ വയസ്സ് 55, പിന്നെ പഠിക്കാൻ 85 വരെ, ജോലിയെല്ലാം ഒതുക്കിയിട്ട് എവിടെയാ പഠിക്കാൻ പറ്റാത്തത്? പക്ഷെ നമ്മുടെ നാട്ടിൽ 55 വയസ്സുള്ള വീട്ടമ്മ പറയുക, ഞാൻ എനിക്ക് ഡിഗ്രി കഴിഞ്ഞതാ, എനിക്ക് PG ചേരണം, MBA ചേരണം എന്ന് പറയും, MA സൈക്കോളജിക്ക് ചേരണം എന്ന് പറഞ്ഞാൽ വട്ടാന്ന് പറയും. മക്കളും കൊച്ചുമക്കളും എല്ലാം പറയും. എനിക്ക് 60 ആകുന്നു. ഞാൻ ടീച്ചർ, ഹയർ സെക്കൻഡറി ടീച്ചർ ആയിരുന്നു. ഞാനിപ്പം MSc കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുക. അതുകൊണ്ട് ആയുസ് കൂടും, ആരോഗ്യം കൂടും. നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർക്ക് ചെയ്യും, ബ്രെയിൻ വർക്ക് ചെയ്യും. ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ആ തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കും. ഉടനെ തന്നെ ശരീരം മൊത്തം ആക്റ്റീവ് ആവും, ബോഡിക്ക് ആരോഗ്യം ഉണ്ടാവും. അത് ഞാൻ പിന്നെ റീനയും രാജേന്ദ്രൻ സാറും എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരെല്ലാം, രാജേന്ദ്രൻ സാറ് എന്നെക്കാൾ പ്രായമുള്ള ആളാണ്. അദ്ദേഹം കഴിഞ്ഞ എന്റെ ഡിപ്ലോമ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു വർഷത്തെ ഒരു ലൈഫ് കോച്ച് പിന്നെ ട്രെയിനർ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ അവരെല്ലാം നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ വിംബിൾ അക്കാഡമിയുടെ മോർണിംഗ് സർക്കിളിലേക്ക് ചേർത്തു. അവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ബാച്ചിലെ ആൾക്കാരാണ് അവരെല്ലാം. അപ്പൊ അവർക്ക് പ്രായം പ്രശ്നമല്ല. അപ്പൊ അവരെ നമ്മൾ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം വളരെ ഇതായിട്ട് ഇപ്പൊ വീണ്ടും വീണ്ടും കോഴ്സുകൾക്ക് ചേരുകയാണ്. റീന പുതിയ ക്ലാസ്സിൽ ചേർന്നു അല്ലെ, MA സൈക്കോളജി? ചേർന്നു സാർ. MA കൗൺസിലിംഗ്
സൈക്കോളജി. സൈക്കോളജി തീർച്ചയായിട്ടും. അപ്പൊ ഈ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഉന്മേഷം, മനസ്സിലുണ്ടാകുന്ന മാറ്റം, നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, ഗ്രോത്ത്, ഹാപ്പിനെസ്, വെറുതെ ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. ലേണിംഗ് ലേണിംഗ് ലേണിംഗ്, കണ്ടിന്യൂസ് ലേണിംഗ്, ഇത് തന്നെയാണ് നമ്മുടെ ഗ്രോത്തിന്റെ. അപ്പോ ജീവിതത്തിലൊരു ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഏത് രീതിയിൽ പറ്റുമെന്ന് ചോദിച്ചാൽ നോളജ്, എത്രമാത്രം നോളജ് നമ്മൾ നേടുന്നു, അത് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാനിപ്പോ എല്ലാ ദിവസവും എനിക്ക് ക്ലാസ്സുകളുണ്ട് കേരളം മൊത്തം. അത് ഞാൻ ഇവിടെ ഒരു മിനിറ്റ് പോലും ഇല്ല. അപ്പൊ എന്റെ ഓരോ ഡേറ്റ് ഇങ്ങനെ ആൾക്കാർ എപ്പോഴും പറ്റും സാറേ. അപ്പൊ ഞാൻ റിട്ടയർഡ് ആൾക്കാർക്ക് എടുക്കുന്നു, പിന്നെ എംപ്ലോയീസിന് എടുക്കുന്നു, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കുന്നു. എവിടെയും നമ്മുടെ നോളജ് ആവശ്യമാണ്. അപ്പൊ ആദ്യം നമ്മുടെ നോളജ് നിറയ്ക്കുന്നു. ഈ ലേണിംഗ് പ്രോസസ് ഇങ്ങനെ കംപ്ലീറ്റ് നോളജ് കിട്ടുന്നതനുസരിച്ച് നമുക്കത് കൊടുക്കാനും പറ്റും മറ്റുള്ളവർക്ക്. അപ്പൊ ഇതൊരു പാഷനായിട്ട് മാറണം. നോളജ് സ്വീകരിക്കുക, നോളജ് കൊടുക്കുക. അപ്പൊ നമ്മുടെ എല്ലാ ഇന്റലിജൻസും വർക്ക് ചെയ്യും. വ്യത്യസ്തമായ പുസ്തകങ്ങൾ വായിക്കുമ്പോഴേ വ്യത്യസ്തമായ വായനയിലൂടെയാണ് തലച്ചോറിനെ നമ്മൾ ഇതാക്കുന്നത്. അപ്പൊ നമുക്കെന്തായാലും നമുക്ക് അങ്ങനെ ജന്മനാ കിട്ടിയ കുറച്ച് നോളജ് കുറവാണ്. പിന്നെ നമ്മൾ ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നാണ് ഈ നോളജ് എല്ലാം കിട്ടുന്നത്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഹൊവാർഡ് ഗാർഡനർ പറഞ്ഞ കാര്യം ഞാൻ ഏറ്റുപറയുകയാണ്. അല്ലാതെ എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. മറ്റൊരാൾ പറഞ്ഞത് പക്ഷെ എടുക്കാനും വായിച്ച് മനസ്സിലാക്കാനും അതിന്റെ കണ്ടന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ട്രെയിനറായി, നല്ല കൗൺസിലറായി. എല്ലാവരും ഇതെല്ലാവർക്കും പറ്റും. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നു? നോളജ് അവര് പുസ്തകം വായിച്ചിട്ട് മാസങ്ങളായി, വർഷങ്ങളായി എന്നാ പറയുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോഴേ, എനിക്ക് സ്വന്തമായിട്ട് കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അപ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ വരുമ്പം അവർക്ക് ഓർമ്മ നിൽക്കുന്നില്ല, പല പ്രശ്നമായിട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു, എഴുതിയിട്ട് എത്ര നാളായി? സാറേ ഇപ്പൊ 12 കൊല്ലമായി. 56 വയസ്സ് റിട്ടയർ ആയപ്പോൾ ഒപ്പിട്ട് അന്ന് എഴുതിയതാണ്. പിന്നെ എനിക്കിപ്പം പൈസ ATM വരും, റിട്ടയർഡ് ഹാൻഡാ. ATM വഴി പൈസ എടുക്കും. എഴുതേണ്ട കാര്യമില്ല. പേന തൊട്ടിട്ട് തന്നെ 12 കൊല്ലമായി. നിങ്ങൾ വലത് കൈ കൊണ്ട് എഴുതുമ്പോൾ ഇടത് ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്, കോശങ്ങൾ. അവനെ ഉത്തേജിപ്പിക്കേണ്ട കടമ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് 70-ലും 80-ലും എല്ലാം നമുക്ക് നല്ല ആക്റ്റീവും ചുറുചുറുക്കുമായിട്ടിരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിരുന്നു, ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചുകൂടെ. ഓക്കെ. സർ അപ്പൊ ഇതില് പറഞ്ഞേ. അതായത് നമുക്ക് ഇത്രയും ഇന്റലിജൻസ് ഉണ്ടാവുമ്പം ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമോ ഡോമിനന്റ് ആയിട്ട് ഉണ്ടാവുക? അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും ഒന്നോ രണ്ടോ ആയിരിക്കും എല്ലാവർക്കും ഡോമിനൻസ്. പക്ഷെ മറ്റുള്ളത് കുറേശ്ശെ ഉണ്ടാവും. ഒട്ടുമില്ലാത്ത ആരും ഉണ്ടാവില്ല. അത് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് കാര്യം. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ഗുരുക്കന്മാരെ കിട്ടണം. പലരും പറയാറുണ്ട്, എന്നെ കുട്ടിക്കാലത്ത് അമ്മ നല്ലൊരു മ്യൂസിക് ആശാന്റെ അടുത്ത് കൊണ്ടാക്കി, സംഗീതജ്ഞന്റെ അടുത്ത് കൊണ്ടാക്കി, വീടിനടുത്ത്. അപ്പോൾ അവിടെ വെച്ച് കിട്ടി. LKG പോയപ്പോൾ മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. നല്ലൊരു സാറിനെ കിട്ടി. അതിനകത്ത് പിന്നെ ക്രൈസ്റ്റായി. അവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞതേ ഇല്ല. ഇപ്പൊ ഇങ്ങനെ അറിയുന്നില്ല പലരും തലച്ചോറിനകത്ത് ഇന്നത് എനിക്ക് ഉണ്ടെന്ന്. അപ്പൊ കൊച്ചു അത് അങ്ങ് സ്റ്റോപ്പായി പോവും. ഇപ്പൊ ചിത്രം വരയ്ക്കുമായിരുന്നു നല്ലപോലെ. LKG പഠിച്ചപ്പോൾ നല്ലപോലെ പടം വരയ്ക്കുമായിരുന്നു കുട്ടി. അപ്പൊ അമ്മയെ നോക്കി വരച്ച കുട്ടി. എന്നിട്ട് പോലും അവരത് പ്രോത്സാഹിപ്പിച്ചില്ല. പുസ്തകം എടുത്തെല്ലാം വരയ്ക്കുമ്പോൾ അടി കൊടുക്കുമായിരുന്നു. നഴ്സറിയിലെ വാക്കുകളും സെന്റൻസുകളും ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കാൻ മാത്രം അമ്മ അടിച്ചിരുത്തി പഠിപ്പിക്കും. പടം വരച്ച അമ്മ അടിക്കുമായിരുന്നു. അറിവില്ലായ്മ. കുട്ടി പടം വരച്ചിരുന്നെങ്കിൽ പഠിക്കാനും മിടുക്കിയായനെ. കാരണം സ്റ്റഡീസിനുള്ള കഴിവിന് 8 ഇന്റലിജൻസും വേണം. ഇതെല്ലാം കൂടെ ചേർന്നാണ് പഠിക്കാൻ മിടുക്കരാകുന്നത്. ഇത് അറിയുന്നില്ല. അപ്പൊ കുട്ടികളെ മറ്റുള്ളത് ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ചിത്രം വരയ്ക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് കൗൺസിൽ ചെയ്യുന്ന കുട്ടികളോട് നിർബന്ധമായിട്ടും ചിത്രം വരച്ചുകൊണ്ടാൻ പറയും, പടം വരയ്ക്കാൻ പറയും, പടം വരയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറയും. ഞാൻ തന്നെ കുറെ പേരെ പടം വരയ്ക്കുന്ന സാറിന്റെ അടുത്തേക്ക് വിടും. പടം വരയ്ക്ക് തുടങ്ങിയാൽ ഈ കുട്ടി മിടുക്കിയാവും. Anyway, thank you, sir, for your valuable session. Again, I'm looking forward to attending more such a valuable sessions. Thank you once again. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പിന്നെ ഈ ലൈഫ് കോച്ചിന്റെ, ട്രെയിനറുടെ, കൗൺസിലറുടെ ഒരു 1 ഇയർ ക്ലാസ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ച് ചോദിക്കാം. ഞാൻ വർഷങ്ങളായി 30 കൊല്ലങ്ങളായിട്ട് ബ്രെയിൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ പുസ്തകം ആവശ്യപ്പെടാം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം, പഠനം എളുപ്പമാക്കാം എന്നുള്ള പുസ്തകം ഇപ്പൊ കേരളം മൊത്തം ഫേസ്ബുക്ക് വഴിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. എല്ലാ മെമ്മറി ടെക്നിക്കുകളും, സൂപ്പർ മെമ്മറി ടെക്നിക്കുകളും, അത് 89 തൊട്ട് സൂപ്പർ മെമ്മറി ക്ലാസ്സുകൾ കേരളം മൊത്തം എടുത്തു പുറത്തും വിദേശത്തും എടുത്തുകൊണ്ടിരിക്കുകയാണ്. മെമ്മറി ട്രെയിനിങ് അതിനകത്താണ് റിസർച്ച് ചെയ്യുന്നത്. കൂടുതലും ഇന്റലിജൻസിനെ കുറിച്ചാണ്. പിന്നെ പേഴ്സണാലിറ്റി ട്രെയിനിങ്, അങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ആർക്കെങ്കിലും ഒരാൾക്കൂടെ അഭിപ്രായം പറയാം. നല്ല ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സാർ.
സാറ് മുരളി മോഹൻ സാറിന് കേൾക്കുമ്പോ തന്നെ പിന്നെ നമുക്ക് അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേപോലെ കഴിഞ്ഞ വർഷം സാറിന്റെ ഒരു കോഴ്സിൽ ഒരു എന്റെ ഹസ്ബൻഡ് നിർബന്ധിച്ച് ചേർത്തതാണ്. പക്ഷെ അതിനുശേഷമാണ് അതിന്റെ ആ ഒരു വാല്യൂ അറിയുന്നത്. ആ സാറിന്റെ കൂടെ ഫോളോ ചെയ്ത് സാറിന്റെ അതേ വഴി കൂടെ സഞ്ചരിച്ച് അവസാനം ഇപ്പൊ ഞാൻ എന്തൊക്കെയോ അങ്ങായി എന്നൊരു മനസ്സിൽ തോന്നല് വന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ കോഴ്സിലും ഒക്കെ വിമ്പിളിൽ തന്നെ ഞാൻ ചേർന്നിട്ടുണ്ട്. അതെല്ലാം അതിന്റെ ഒരു സ്റ്റെപ്പ് ഇട്ട് തന്നത് സാറ് തന്നെയാണ്. സാറിന്റെ കോഴ്സിൽ കൂടിയാണ് ഞാൻ ഇത്രയൊക്കെ വളർന്നത്. സാറ് കഴിഞ്ഞ വർഷം എടുത്ത ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ആ പുതിയ പുതിയ ന്യൂറോൺസ് വന്നതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നതും, നോളജ് സാറ് പറഞ്ഞതുപോലെ നോളജ് വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രത്യേക ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആണ് സാർ. കൺഗ്രാറ്റുലേഷൻ സാർ. ഓക്കെ, നല്ല വാക്കുകൾക്ക് നന്ദി. റീന കഴിഞ്ഞ ബാച്ചിൽ ചേർന്നാണ്. റീന യാദൃശ്യമായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടിയ ഒരു കാര്യത്തിന് വന്നു. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ചേർന്നു. പക്ഷെ അതുവരെ MA ഒക്കെ കഴിഞ്ഞിട്ട് അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിട്ട് വെറുതെ ഇരുന്ന റീന വളരെയധികം നോളജിനോടുള്ള ടെസ്റ്റ് തുടങ്ങി. കഴിഞ്ഞ ഈ ട്രെയിനർ ക്ലാസ്സിൽ ചേർന്നിട്ട് പഠിച്ചു. അതോടുകൂടി നല്ലൊരു ഇപ്പൊ ട്രെയിനർ ക്ലാസ് എടുക്കാൻ പോവാണ്. അത്രയ്ക്ക് ഒരു എഫിഷ്യൻസിയിലേക്ക് വന്നു. അതിനോട് വല്ലാത്തൊരിതുണ്ട്. അപ്പൊ എല്ലാവരും ഇത് എല്ലാ വീട്ടമ്മമാർക്കും പറ്റുന്ന കാര്യമാണ്. എല്ലാവർക്കും നമുക്ക് നമ്മളെ കുറിച്ചൊരു ബിലീഫ് ഉണ്ടാവണം. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കഴിയുന്നത് അറിവ് പകർന്നു കൊടുക്കുക, കിട്ടുന്ന അറിവ് പകർന്നു കൊടുക്കുക, പരമാവധി അറിവ്. ഇതായിരിക്കണം ജീവിത ലക്ഷ്യം. അപ്പൊ അതിലൂടെ നമുക്ക് ജീവിതം ധന്യമാക്കാൻ പറ്റും. അതാണ്, അല്ല ഇതിനകത്ത് കിട്ടുന്ന സാമ്പത്തികമായ ബെനിഫിറ്റോ മറ്റൊന്നുമല്ല. ഇത് നല്ല മനോഹരമായ ഒരു ജീവിതത്തിലേക്കുള്ള വഴിയാണ്. അറിവ് സ്വീകരിക്കുക, അറിവ് കൊടുക്കുക എന്ന് പറയുന്നതിന് അപ്പുറത്ത് മനോഹരമായ ഒരു വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബിസിനസ്സും ഇതിന് തുല്യമല്ല. സോ വിംബിൾ അക്കാഡമി വളരെ നല്ല കാര്യമാണ്, അതിനുള്ള വഴി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മുടങ്ങാതെ ഈ ക്ലാസ്സുകൾ കാണുകയും അതിനകത്ത് എഫിഷ്യൻ്റ് ആയി മാറുകയും, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലശേഷമായാലും ഒരുപാട് നല്ല ട്രെയിനർമാരും കൗൺസിലർമാരും ഉണ്ടാവണം. അപ്പൊ അതിന് തീർച്ചയായിട്ടും വിംബിളിന്റെ ഈ ഉദ്യമം ഉപകരിക്കും. എന്നെ കൊണ്ടൊക്കുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അല്ലാതെ ഇങ്ങനെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടുന്നില്ല. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ തന്നതിന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, sir. Sir, thank you so much for the wonderful session. Thank you so much. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇനി ആർക്കൊന്നും പറയാനില്ലേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സാറ് വളരെ വാല്യുബിൾ ക്ലാസ് ആയിരുന്നു. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ B.Ed ചെയ്യുന്ന കാലം തൊട്ട് B.Ed അത് കഴിഞ്ഞപ്പോൾ അതിനുശേഷമാണ് ഇത് കൂടുതലായിട്ട് വന്നത്. സ്പെഷ്യൽ കോഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു ഉൾക്കാഴ്ച അതിനെക്കുറിച്ച് ഉണ്ടാക്കി തന്നത്. ഒത്തിരി ഉപകാരപ്രദമായിരുന്നു. താങ്ക് യു സർ. ഇതുപോലെ ഏത് കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം. അതാണ് ഇതിന്റെ ഈ ട്രെയിനിങ്ങിന്റെയും ഇതിനെല്ലാം മർമ്മം എന്നെനിക്ക്. ഇപ്പൊ ഞാൻ 36 കൊല്ലമായി ട്രെയിനറായിട്ട്. 89-ലാണ് എൻ്റെ ആദ്യ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ശാസ്താംകോട്ട DB കോളേജിലാണ് 1500 കുട്ടികൾക്ക് മൊത്തം പേർക്കുമായിട്ട്. അവിടെ തുടങ്ങിയ യാത്ര ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ ഞാനിപ്പം ഈ പ്രായത്തിൽ ഇത്രയും ആക്റ്റീവായിട്ട് എനിക്ക് രാവിലെ ഒരു 5 മണി മുതൽ രാത്രി ഒരു 11:30-12 വരെയും കൗൺസിലിങ്ങും ട്രെയിനിങ്ങും ആയിരിക്കും. അത്രയ്ക്ക് ബിസിയാണ്. അപ്പോൾ അതിന് കഴിയുന്നത്, അത്രയും ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റുന്നത് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇത്രയും വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഈ ട്രെയിനിങ് രംഗത്ത് ഇറങ്ങിയത് കൊണ്ടുമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾക്കും അത് ആരോഗ്യത്തിന് വേണ്ടിയും നിങ്ങളുടെ നല്ല സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയും ഈ വഴി ഫോളോ ചെയ്യാം. അതിനകത്ത് കൂടുതൽ ആക്റ്റീവ് ആകും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ആദ്യമായിട്ടാണ് മോർണിംഗ് സർക്കിളിൽ കയറിയിട്ടുള്ള. എന്റെ പേര് ബിന്ദു. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇത്ര ലളിതമായിട്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്ര ലളിതമായിട്ട് സാർ ഈ ചെറിയ സമയം കൊണ്ട് അവതരിപ്പിച്ച് വളരെയധികം നന്നായിട്ടുണ്ട്. നല്ലോണം മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു. ട്രെയിനിങ്ങിന്റെ ഒരു രീതി അതാണ്. നമ്മൾ ഞാൻ ആദ്യമൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും മറ്റു പലരും പറയുന്നത് കേട്ട് അതുപോലെ പറയാനും മറ്റു പല പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ പറയാനും ഒക്കെ ശ്രമിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. 89-90 കാലഘട്ടങ്ങളിലൊക്കെ.
അതിനുശേഷം പിന്നെ ഒരു 10-25,000 ക്ലാസ് എങ്കിലും എടുത്തു കാണും പലതരത്തിലുള്ള പ്രൊഫഷണൽസിനും എംപ്ലോയീസിനും ഒക്കെ വേണ്ടി. അങ്ങനെ എടുത്ത് വരുമ്പോഴാണ് അങ്ങനെയല്ല, ഇതൊന്നും ഏറ്റു പറയുന്നതല്ല ട്രെയിനറുടെ ജോലി. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മുടെ മനസ്സിലിട്ടൊന്ന് സ്വാംശീകരിച്ച് അതിനെ ഒന്ന് ഇത് ചെയ്ത്, അത് ഇപ്പൊ അമ്മമാരുണ്ടാക്കുന്ന കറിയായാലും അവരുടെ കൈ കിട്ടി കഴിയുമ്പോൾ വേറൊരാൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ അതിനെ നമ്മുടേതായ ഒരു സ്റ്റൈലിഷ് ആയിട്ട് എത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ മനസ്സിലിട്ട് ഇതിനെ ഈ ഹോവാർഡ് ഗാർണർ പറഞ്ഞ സത്യം നമ്മുടെ ലൈഫുമായിട്ട് മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം. ലൈഫുമായിട്ട് ബന്ധപ്പെടുത്താത്ത ഒരു നോളജും പ്രയോജനമില്ല. എവറിത്തിങ് ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് അവർ ലൈഫ്. അപ്പൊ അങ്ങനെ എടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ക്ലാസ്സുകൾ അങ്ങോട്ട് എടുക്കും തോറും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കും. അവർക്കത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇന്നത്തെ സെഷൻ. എന്തൊക്കെയോ രാവിലെ തന്നെ കിട്ടിയെന്നുള്ള ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് വളരെ വളരെ നന്ദി. എന്റെ യൂട്യൂബ് ഉണ്ട്, മൈ ഇൻട്യൂഷൻ ഇന്ത്യ. നിങ്ങൾക്ക് അത് കാണാം. കുറെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങൾ ഇട്ടു. ഇപ്പൊ കുറച്ചാളായി സമയക്കുറവുകൊണ്ട് ചെയ്യുന്നില്ല, എങ്കിലും 10-50 വീഡിയോ കിടക്കും. ഓക്കെ, ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സർ.